ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്ന് എന്തോന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ ഓൾറെഡി സുധിയേട്ടനുണ്ട്, പക്ഷേ പുള്ളിക്കാരന് അറിയത്തില്ല ഞങ്ങൾ ചെല്ലുന്ന കാര്യം. അതേപോലെ ആദ്യമോനും അറിയത്തില്ല ഞങ്ങൾ ചെല്ലുന്ന കാര്യം. അറിയാവുന്ന രണ്ട് പേരേ ഉള്ളൂ, എൻ്റെ ആങ്ങളയും പിന്നെ എൻ്റെ അമ്മായിയമ്മയും. അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ എഴുതത്തുള്ളൂ. അവനോട് വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ അമ്മയെടുത്ത് പറഞ്ഞതാണ് ഞാൻ ചെല്ലുന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 5:30 ആകുമ്പോൾ ഓട്ടോ വരും. ഞങ്ങൾ ഇവിടുന്ന് മംഗലാപുരം വരെ ബസ്സിലും പിന്നെ അവിടുന്ന് പരശുരാമോ ഏറനാടിലോ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഏട്ടനും അറിയത്തില്ല, വീട്ടിൽ വേറെ ആർക്കും അറിയത്തില്ല. ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ 5:30 ആകുമ്പോൾ ഓട്ടോ വരും. പിന്നെ ഓട്ടോയിൽ നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വരെ പോയിട്ട് അവിടുന്ന് പിന്നെ ബസ്സിൽ നിന്ന് മംഗലാപുരത്ത് 4:30-5 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ അവിടെ ട്രെയിനിൻ്റെ അനുസരിച്ച് നമ്മൾ ട്രെയിൻ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് സാധനങ്ങളെല്ലാം വെളിയിൽ കൊണ്ട് വെച്ചോട്ടോ. ഓട്ടോ ഇച്ചിരി കഴിയുമ്പോൾ വരും. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ടിക്കറ്റ് കേട്ടോ. ഇതാണ് ബസ്സിൻ്റെ ടിക്കറ്റ്. ഇത് കാണിക്കാം, ഇങ്ങോട്ട് പോകണം. എന്നിട്ട് നാളെ രാവിലെ ആകുമ്പോൾ മംഗലാപുരം എത്തും. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ അങ്ങനെ ഓട്ടോ വന്ന് എൻ്റെ ഓട്ടോങ്ങളാണ്, എന്നെ സ്കൂളിൽ വിടാൻ വരുന്ന ഓട്ടോങ്ങളാണ്. നമുക്ക് കയറാം. അപ്പോൾ ഞങ്ങൾ ആട്ടോയിൽ കയറി കേട്ടോ. പിന്നെ ബസ് വരുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയിരിക്കുക. പിന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ചേട്ടനാണ് കേട്ടോ. ഗൈസ്, ഇതാണ് വണ്ടി കേട്ടോ. 1103 ഇതാണ് ബസ്. ഇനി അതിലാണ് വണ്ടി. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാ കേട്ടോ. ഇനി ഇവിടെ പാർക്ക് ചെയ്ത് 6:30 ആകുമ്പോഴത്തേക്കും എടുക്കും. കണ്ടോ? അപ്പോൾ ചേട്ടൻ സാധനം കൊണ്ട് വയ്ക്കാൻ കയറി. ഇതാ പോന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ലഗേജ് എല്ലാം ഇവിടെ ബാക്കിലാണ് വെച്ചത്. ആണ്ട് ഇവിടെ ബാക്കിലാണ് വെച്ചത്. കയറിയിട്ട് കാണാം ഗൈസ്. ഗൈസ്, ഞങ്ങൾ ബസ്സിൽ കയറി. കണ്ടോ? അബിയും മമ്മി ഇവിടെ, ഞാനിവിടെ. അങ്ങനെയാണ് ഗൈസ്. വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൺ ദ വേ ടു മംഗളൂർ. വണ്ടി എടുത്തു. മമ്മി അബിയും തോണ്ടേ. അബി അവിടെ നിന്ന് പോകും കേട്ടോ. അതുകൊണ്ടാണ് മമ്മി അവിടെ ഇരുത്താത്ത. അപ്പോൾ കണ്ടോ? അപ്പോൾ ഇങ്ങനെ കൂടെ അപ്ഡേറ്റ് ചെയ്യാം അല്ലേ?
ടു അല്ലേ അമ്മയൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ ആൾമോസ്റ്റ് എത്താറായി കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് പരിശ്രമം കിട്ടുമെന്ന് ഡൗട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് എറണാകുളം തന്നെ പോകേണ്ടി വരും. 5 മണിക്കാണ് പരിശ്രമം. ഇപ്പോൾ ടൈം ഇതല്ലേ കാണാൻ പറ്റുമോ അറിയത്തില്ല. 4:45 ആയി. ഇതായിട്ട് എത്തിയിട്ടില്ല. ഇനി നോക്കണം പരിശ്രമം കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞങ്ങൾ മംഗലാപുരം എത്തിച്ചേർന്നിരിക്കുകയാണ്. പരശുരാം കിട്ടത്തില്ല, ഇനി ഏറനാട് പിടിക്കാം. പരശുരാം 5 മണിക്കാണ്. കറക്റ്റ് 5 മണി. ബസ് ലേറ്റായി. അപ്പോൾ നോക്കാം. അബി അക്കു ഞങ്ങളുടെ പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടില്ല ഇതുവരെയായിട്ടും. മമ്മി ഇതാണ്ട് ഇവിടെ ഇരിക്കുന്നു. ചേട്ടാ അവിടെ സ്ഥലം ഉണ്ടോ നോക്കാൻ പോകും. അവിടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഞങ്ങൾ. അപ്പോഴത്തേക്കും വണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ കയറി ഉടനെ 2 എണ്ണത്തിൻ്റെ പരിപാടി ഉണ്ടോ അബി അക്കു? നീ പപ്പ ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ലല്ലോ. ഫോൺ അങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോ പറയുന്നത് അറിയത്തില്ല. സൗണ്ടൊക്കെ അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നേ. അതായത് ഈ ട്രെയിൻ മംഗലാപുരത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ട്രെയിനകത്ത് ഒറ്റ മനുഷ്യരില്ലായിരുന്നു കേട്ടോ. പിന്നീട് ആയപ്പോഴത്തേക്കും നല്ല ആൾക്കാരായിരുന്നു. സൺഡേ ആയിട്ട് പോലും തിങ്ങി നിരിഞ്ഞ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇരിക്കാനോ തിരിയാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് പോവും. അത് കാരണം എന്താ പറയുക, തിങ്ങി നിരിഞ്ഞിരുന്നാണ് കേട്ടോ പോയത് നമ്മൾ. കൊല്ലം അടുക്കാറായപ്പോഴത്തേക്കും കുറേശ്ശെ ആൾക്കാരെല്ലാം ഇറങ്ങി തുടങ്ങി കേട്ടോ. എന്നാലും ഉണ്ടായിരുന്നു. ഈ കൊച്ച് കൊല്ലത്ത് ഇറങ്ങാനുള്ളത് കേട്ടോ. സോറി, കൊല്ലത്തല്ല, തിരുവനന്തപുരത്ത്. ബാക്കി ഇപ്പം ലഗേജ് എടുക്കുന്നവരെല്ലാം കൊല്ലത്തിറങ്ങാനുള്ള, അതായത് കരുനാഗപ്പള്ളി. ബാക്കി എന്നാലും തിരക്കിനൊരു കുറവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഫൈനലി ട്രെയിനെത്തി. വി ആർ ഇൻ കൊല്ലം. കൊല്ലത്താണ് ഞങ്ങൾ ഇറങ്ങിയ സാധനം. അപ്പം മാമ സർപ്രൈസ് ഞങ്ങൾക്ക് തന്ന് ബാക്കിൽ നിന്ന് വന്ന് ഞങ്ങളെ പേടിപ്പിച്ചുണ്ടോ മാമ ഒന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ. ഇപ്പോൾ കഴിച്ച് മാമി വന്ന് മാമിക്ക് സർപ്രൈസായി. മാമിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. മാമി ഫുള്ള് സർപ്രൈസായി. എന്നിട്ട് ഞങ്ങൾ വണ്ടീനടുത്തോട്ട് പോവാം കേട്ടോ. മാമി സർപ്രൈസായി. ഇനി വീട്ടിൽ തന്നെ ആരും സർപ്രൈസ് ആവും നോക്കാം. അപ്പോൾ കഴിച്ച് ആദ്യമോ അറിയോ ഇല്ലയോ അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഇവരുടെ പുറകെ പോവാം കേട്ടോ. ആദ്യം ഇവിടെ എവിടെയോ ഉണ്ട്. സത്യം പറയാമല്ലോ, ഇന്ന് സുധിച്ചേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല. കാരണം വേറൊന്നുമല്ല, കൊച്ചച്ഛൻ്റെ മക്കൾ ഇന്ന് ശബരിമലയിൽ പോകുന്നുണ്ട് കേട്ടോ. അത് കാരണം സുധിയേട്ടൻ അവിടെ ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് പോകുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അത് കാരണം എന്താണ്ട് ഈ നിമിഷം വരെ എന്നെ സുധിയേട്ടൻ വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സുധിയേട്ടൻ്റെ എക്സ്പ്രഷൻ എന്തോന്ന് കാണാവേ. ഇവനെ അറിയായിരുന്നു കേട്ടോ. അറിയായിരുന്നു, ചുമ്മാ കേട്ടോ. അറിയായിരുന്നതൊക്കെയാ പറയുന്നത്. നോക്കാം കേട്ടോ, ചുമ്മാ ആണോ മോന്നിരിക്കുന്നതാണോ പറയാറ് കേട്ടോ.
അപ്പോൾ അച്ഛനും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ എക്സ്പ്രഷൻ നോക്കാം. അച്ഛൻ നന്നായിട്ട് പേടിച്ചു കേട്ടോ, നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അവിടെ വരുന്ന കാണും. പേടിപ്പിച്ചല്ലോ അപ്പുജേന്ന് വിളിച്ചോള് വന്നേ. നമുക്ക് ഹൃദയേട്ടനെ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ, എങ്ങനെയാണെന്ന് കാണാവേ. ലോങ് റേഞ്ച് ചെയ്താണ് കളിയാണെന്നില്ലേ? കളിയാണെന്നില്ലേ അപ്പാ? കളിയാണെന്നില്ലേ? മാമ 7 വിക്കറ്റ് മാമ. 7 വിക്കറ്റ് ഗുരുദ്വാരല്ലേ കഴിക്കാൻ പോയത്. മാമി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.